ഹേ ഗൈസ്, വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ വന്നേക്കുന്നത് ഒരു അടിപൊളി പ്രീമിക്സ് എன்ற റെസിപ്പി കൊണ്ടാണ് വന്നേക്കുന്നത്. ഈ ഒരു റെസിപ്പി, അതായത് ഈ ഒരു പ്രീമിക്സ് മതി നമുക്ക് ധാരാളം റെസിപ്പീസ് ഒക്കെ തയ്യാറാക്കാം. അതായത് നമുക്ക് ഐസ്ക്രീംസ് തയ്യാറാക്കാം, ഡെസേർട്ട്സ്, സ്വീറ്റ്സ്, എന്ത് വേണേലും ഈ ഒരു ഒറ്റ പ്രീമിക്സും കൊണ്ട് തയ്യാറാക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല്. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മൾ ഇന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി ഹെൽത്തി പ്രീമിക്സ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് നമുക്കൊരു ഡ്രൈ മിക്സി ജാർ എടുക്കാം. അതിലോട്ട് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/4 കപ്പ് മിൽക്ക് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് പൗഡർ ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/2 കപ്പ് നമ്മുടെ കസ്റ്റർഡ് പൗഡർ, വാനില ഫ്ലേവർ ഉള്ളത് കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 കപ്പ് കാഷ്യൂ നട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് ബാദാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് നമ്മുടെ പിസ്തയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ ഖസ്ഖസ് ആഡ് ചെയ്ത് കൊടുക്കാം. പോപ്പി സീഡ്സ് ആണ്, അത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സീഡ്സ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 4 to 5 കാർഡമോൺ, നമ്മുടെ ഏലക്കായും കൂടെ ചേർത്തതിന് ശേഷം ഒരു 4-5 സ്ട്രിങ്സ്, അതായത് ഒരു ഞുള്ള് നമ്മുടെ സാഫ്രോൺ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറും കളറ് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ലെറ്റിട്ട് ക്ലോസ് ചെയ്ത് നല്ല ഫൈൻ പൗഡറാക്കി നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോളൂ, തീരെ നൈസായിട്ട് തന്നെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് കൂളായതിനു ശേഷം നമുക്കൊരു കണ്ടെയ്നറിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും ബാദാമും പിസ്തയും എല്ലാം നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തതിന് ശേഷം അതും കൂടെ നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് നമ്മുടെ ഷേക്ക് കുടിക്കുമ്പോഴാണെങ്കിലും ഐസ്ക്രീംസ് തയ്യാറാക്കുമ്പോൾ ഒക്കെ നമുക്കൊരു ക്രഞ്ചി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് നട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് ഒരു ബൗളിലോട്ട് അല്ലെങ്കിൽ ഒരു ബോട്ടിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്, ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് ഈ ഒരു പൊടിയെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബോട്ടിലോട്ട് ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 3 മാസം വരെ നമുക്ക് ഈ ഒരു പ്രീമിക്സ് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പ്രീമിക്സ് യൂസ് ചെയ്ത് നല്ലൊരു ഹെൽത്തി കൂൾ ഡ്രിങ്ക് ഒന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു പ്രീമിക്സിൽ ഒരു 3 to 4 ടേബിൾ സ്പൂൺ ഒരു പാനിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ പ്രീമിക്സ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് 1 കപ്പ് പാൽ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ ആഡ് ചെയ്തതിന് ശേഷം ലംസ് ഒന്നും, അതായത് കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഏകദേശം മിക്സ് ആയതിനു ശേഷം ഏകദേശം ഒരു 2 കപ്പ് പാലും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ ഇതുപോലെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ബോയിൽ വരുന്നിടം വരെ നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. നല്ലൊരു ബോയിൽ വന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഏകദേശം ഒരു ലൈറ്റായിട്ടൊരു 2 to 3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ലൊരു ബോയിൽ വന്നതിന് ശേഷം നോക്കിക്കോളും, നമ്മുടെ പാൽ ഏകദേശം ഒരു 1/2 കപ്പോളം നമ്മുടെ പാല് വറ്റിയിട്ടുമുണ്ട്. ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൗളിലോട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുക്കാൻ വെച്ച് കൊടുക്കാം. ഏകദേശം 2 മണിക്കൂറിന് ശേഷം ഞാൻ നമ്മുടെ ഈ ഒരു കൂൾ ഡ്രിങ്ക് പുറത്തോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ചിൽഡ് ആയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് നമ്മുടെ റോസപ്പൂവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ഗ്ലാസ്സിലോട്ട് നമുക്കിതുപോലെ ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആ റോസപ്പൂവും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെയും കൂടെ ഫ്ലേവർ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വളരെ ഹെൽത്തിയാണ്. എല്ലാം നട്ട്സുകളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ പ്രീമിക്സ് നമുക്ക് വളരെ അധികം റെസിപ്പീസൊക്കെ തയ്യാറാക്കാം. സോ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.